നമസ്കാരം. ലോകത്തെ ഏറ്റവും തന്ത്രപ്രധാനമായ സമുദ്രപാതകളിൽ ഒന്നായ ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ സ്വീകരിച്ചിരിക്കുന്ന പുതിയ നിലപാട് ആഗോളതലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി പ്രസ് ടിവിക്ക് നൽകിയ അഭിമുഖത്തിലാണ് നിർണായകമായ ഈ വെളിപ്പെടുത്തൽ നടത്തിയത്. തങ്ങളുടെ സുഹൃത്തുക്കൾ എന്ന് ഇറാൻ അടയാളപ്പെടുത്തിയ രാജ്യങ്ങൾക്ക് മാത്രമാണ് ഹോർമുസ് കടലിടുക്കിലൂടെ സുരക്ഷിതമായ കടന്നുപോക്ക് അനുവദിക്കുന്നതെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ഇറാൻ വിദേശകാര്യമന്ത്രിയുടെ വാക്കുകൾ പ്രകാരം ചൈന, റഷ്യ, ഇന്ത്യ, ഇറാഖ്, പാകിസ്ഥാൻ എന്നീ 5 രാജ്യങ്ങളെയാണ് തങ്ങളുടെ സൗഹൃദ പട്ടികയിൽ ഇറാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ രാജ്യങ്ങളുടെ കപ്പലുകൾക്ക് യാതൊരു തടസ്സവുമില്ലാതെ ഹോർമുസ് കടലിടുക്കിലൂടെ സഞ്ചരിക്കാം. ആഗോള ഊർജ്ജ വിതരണത്തിന്റെ നട്ടെല്ലായ ഹോർമുസ് കടലിടുക്ക് നിയന്ത്രിക്കാനുള്ള ഇറാന്റെ കരുത്താണ് ഈ പ്രസ്താവനയിലൂടെ അവർ ലോകത്തിനു മുന്നിൽ കാട്ടുന്നത്. ലോകത്ത് ഉപയോഗിക്കുന്ന ക്രൂഡ് ഓയിലിന്റെ 1/5 ഭാഗവും കടന്നുപോകുന്നത് ഈ ഇടുങ്ങിയ പാതയിലൂടെയാണ് എന്നതുകൂടി നമ്മൾ ഓർക്കണം. എന്തുകൊണ്ടാണ് ഇന്ത്യയെ ഈ പട്ടികയിൽ ഉൾപ്പെടുത്തിയത്? മേഖലയിലെ സമാധാനവും സുരക്ഷയും നിലനിർത്തുന്നതിൽ ഇന്ത്യ കാണിക്കുന്ന സന്തുലിതമായ നിലപാടാണ് ഇതിന് പിന്നിലെ പ്രധാന ഘടകം. അതേസമയം ചൈനയുമായും റഷ്യയുമായും ഇറാൻ പുലർത്തുന്ന അടുത്ത ബന്ധം പരസ്യമായ കാര്യമാണ്. പാശ്ചാത്യ രാജ്യങ്ങളുടെ ഉപരോധങ്ങൾക്കിടയിലും തങ്ങളെ പിന്തുണയ്ക്കുന്ന ശക്തികളെ ചേർത്ത് നിർത്താനാണ് ഇറാൻ ശ്രമിക്കുന്നത്. മറ്റു രാജ്യങ്ങൾക്കുമേൽ, പ്രത്യേകിച്ച് പാശ്ചാത്യ രാജ്യങ്ങൾക്കുമേൽ സമ്മർദ്ദം ചെലുത്താനുള്ള ഒരു തന്ത്രമായും ഈ ഫ്രണ്ട്ലി ലിസ്റ്റിനെ രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നുണ്ട്. പശ്ചിമേഷ്യയിൽ സംഘർഷം പുകയുന്ന ഈ സാഹചര്യത്തിൽ ഇറാന്റെ ഈ പ്രസ്താവനയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. ആഗോള വിപണിയിൽ എണ്ണവില വർദ്ധിക്കാതിരിക്കാനും വിതരണ ശൃംഖല തടസ്സപ്പെടാതിരിക്കാനും ഈ രാജ്യങ്ങളുമായുള്ള ഇറാന്റെ സഹകരണം സഹായിച്ചേക്കും. എന്നിരുന്നാലും ഒരു സമുദ്രപാതയിൽ തങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് മാത്രം പ്രവേശനം നൽകുക എന്ന ഇറാന്റെ നയം വരും ദിവസങ്ങളിൽ വലിയ രാജ്യാന്തര തർക്കങ്ങൾക്ക് വഴിമരുന്നിടാൻ സാധ്യതയുണ്ട്. ഹോർമുസ് കടലിടുക്കിലെ ഓരോ ചലനവും ലോകം ഉറ്റുനോക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്താം. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.